ഹലോ നമസ്കാരം. എച്ച് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളെ പോത്തൂട്ടന്മാരെ വിശേഷം ആണ് ഇപ്പം ഇന്ന് പറയുന്ന. ഒരാഴ്ച 10 ദിവസമായി നമ്മളൊരു വീഡിയോ എടുത്തിട്ട് നമ്മളെ പോത്തൂട്ടന്മാർക്ക് ഇവർക്ക് രണ്ടുപേർക്കും നല്ല ക്ഷീണം പറ്റിയിരിക്കുന്നു. ഞാനിങ്ങനെ എനിക്ക് സുഖമില്ലാതെ ആയതുകൊണ്ട് ഞാൻ വേറൊരാളെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് തീറ്റയും വെള്ളമൊന്നും ശരിക്കും കിട്ടായിട്ട് എന്താണെന്ന് അറിയില്ല. രണ്ടുപേർക്കും നല്ല ക്ഷീണമുണ്ട്. രണ്ടുപേർക്കല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. ഒരെണ്ണം കുറച്ചപ്പുറത്തുണ്ട്, അവനുണ്ട് ക്ഷീണം. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് നമ്മൾ തവിട് തിളപ്പിച്ച് കുറച്ച് കോഴിത്തീറ്റ സ്റ്റാർട്ടർ കൂടെ ചേർത്ത് വേവിച്ച് ഒരു മാസം കൊടുത്തെങ്കിലേ ഇപ്പോൾ അവരുടെ ക്ഷീണമൊക്കെ മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പം ഇന്ന് രണ്ടുപേർക്കും നല്ല ക്ഷീണമുണ്ട്. അവരെ തീറ്റയൊക്കെ എടുക്കുന്നുണ്ട്. വൈക്കോൽ അങ്ങനെ കൂടുതലൊക്കെ തിന്നണില്ല. അപ്പോൾ അവർ പച്ചപ്പുല്ലിട്ട് കിട്ടാനുമില്ല. പച്ചപ്പുല്ലൊക്കെ കൊടുക്കലുണ്ട്, കൊടുത്തിരുന്നു ആദ്യം. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്വീപ്പിപ്പെട്ടതുകൊണ്ട് അങ്ങനെ അവർക്ക് അങ്ങനെ. ഹലോ സുഹൃത്തുക്കളെ, എച്ച് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളെ പോത്തുകുട്ടന്മാരുടെ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പോത്തുകുട്ടന്മാരുടെ വിശേഷം ഒരാഴ്ചയായി നമ്മൾ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അവർ നല്ല ഉഷാറായിക്കാണ്. തീറ്റ വൈക്കോലാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത്. വൈക്കോൽ കൂടുതലൊന്നും തിന്നണൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ്, പുല്ല് തിന്നണ മാതിരി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കണമൊന്നുമില്ല. പുല്ല് തിന്നണ മാതിരി അങ്ങനെ ഇവർ ഫുള്ളായിട്ടൊന്നും തിന്നൂല. അത് വൈക്കോല് തിന്നൂല. കുറേശ്ശെ ബാക്കി വെക്കും. പക്ഷേ അതല്ലാതെ വേറെ എന്താ ഇപ്പം ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. വൈക്കോല് നല്ല മഴയും വരുന്നുണ്ട്. ഇവരെ തൊഴുത്ത് നനയോന്നുള്ളതാണ്. നനഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, വലിയ പോത്തുകളല്ലേ, അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ പോത്തുകുട്ടന്മാരിതാണ് ഉഷാറായിക്കുന്നു. വലിയ പോത്തുകളായി. ഇവനൊക്കെ വലിയ പോത്തുകളായിരിക്കും. ഇവനൊക്കെ വലിയ പെരുന്നാളിന് കൊടുക്കാം. ഇവനെയും കൊടുക്കാം. ഇവനെ ചെടുങ്ങ. ഇവനെ കാളൂട്ടിന് കൊണ്ടുപോയി ഇവൻ്റെ കായ് കുറേ കളച്ചിട്ടുണ്ട്. ഒരു 4 കാളൂട്ടിന് കൊണ്ടുപോകണം. കാളൂട്ടത്തിൽ വിൽക്കും ഞാൻ. അവനെ നല്ലോണം ഓടുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് ഓടുന്ന പോത്താണ്. ഇവർ രണ്ടാളും വലിയ പോത്തുകളായിരിക്കും. ഇവർ രണ്ടാളും പെരുന്നാക്കൾക്ക് കൊടുക്കേണ്ട രീതിയിലായിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോത്തുകളുടെ വിശേഷം. നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് കുറച്ച് കോഴിത്തീറ്റ സ്റ്റാർട്ടറും പിന്നെ ഗോതമ്പ് തവിടും, ഇത് രണ്ടും കൂടി വേവിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇന്നലെ ഇപ്പോൾ പിന്നെ കുറച്ച് തേങ്ങാപ്പിണ്ണാക്കും കൂട്ടി കൊടുക്കൽ തുടങ്ങിയിരിക്കുന്നു. ഇത് തന്നെയാണ് കാര്യമായിട്ട്. ഇപ്പോൾ ഇവർ വെള്ളം തന്നെ ഉള്ളൂ. ഇപ്പോൾ വൈക്കോലൊന്നും ഒരു പേരിനെ തിന്നണുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വളർത്തുന്നത് പോലെ.
ഞാൻ വേറെ തരട്ടെ പോകുന്നത്. എല്ലാ മഴയും വരുന്നുണ്ട്. അതുതന്നെ നമ്മളെ പോത്തുകുട്ടന്മാരെ വിശേഷം. രാവിലെ ഇവർക്ക് വെള്ളം ചൂടാക്കിയാലേ തിളപ്പിച്ച് കൊടുത്താലേ കുടിക്കുള്ളൂ. ഇപ്പോൾ വെറും തവിട് മാത്രം ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഈരണ്ട് തൊട്ടി കുടിക്കും. അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ വൈക്കോലല്ലേ, വൈക്കോലൊന്നും അധികം തിന്നൂലേ, കുറേശ്ശൊക്കെ തിന്നും. അത് ഈ റോള് വൈക്കോലല്ലേ, അതിൽ മണ്ണും ചെളിയൊക്കെ കുറേശ്ശെ ഉണ്ട്, അതിനെ കൂടുതൽ തിന്നൂല. കാര്യമായിട്ട് ഇപ്പോൾ ഒരു ഈ വെള്ളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. തവിട് നല്ലോണം കലക്കിയിട്ട് കൊടുക്കുക, ചൂടല്ലേ. പിന്നെ നമ്മളവിടെ കിട്ടും, പുല്ലൊക്കെ കിട്ടും. പാടത്തെ കൂടിയൊക്കെ പോയാൽ ചൂട്ടിലൊക്കെ ഉണ്ടാവും, വള്ളിയിൽ നിന്ന് ആരും പുല്ലൊക്കെ പോയി. ഞാനതിനിപ്പോൾ ചെറിയൊരു പ്രശ്നത്തിലാണ്, കാലിന് ചെറിയ പരിക്ക് പറ്റിയതുകൊണ്ടാണ്. അതാണിപ്പോൾ അവർക്ക് വെറും വൈക്കോൽ തന്നെ കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2 വലുതും ഒരു ചെറുതാണുള്ളത്, പിന്നെ ഉള്ളത് കുറച്ച് മേലെയാണ്. 2 പോത്തുകുട്ടികളും ഒരു മൂരിക്കുട്ടിയും അവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു മൂരിനെ കൊടുത്തു, ഓലേസം കുത്തുന്ന സൈസായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വയ്യാതായപ്പോൾ വേഗം അവനെ കൊടുത്തു, ഒഴിവാക്കി. അയച്ച് കെട്ടാനൊക്കെ പ്രയാസമല്ലേ, ആർക്കും അടുത്തേക്ക് ചെല്ലാൻ കഴിയില്ല. അപ്പോഴേക്ക് കുത്തി മറിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹലോ, ഇതാണിപ്പോൾ നമ്മളിന്ന് നമ്മളെ പോത്തുകുട്ടന്മാർക്ക് കൊടുക്കുന്ന തീറ്റേ. ഇതാ തേങ്ങാ പിണ്ണാക്ക്, തവിട്, ഗോതമ്പ് തവിട്, ഒരു ലേശം കോഴിത്തീറ്റ, സ്റ്റാർട്ടർ. ഇതാണിപ്പോൾ ഇന്ന് അവർക്ക് കൊടുക്കുന്നത്. ഇത് തിളപ്പിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇത് തിളപ്പിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വേവിക്കൊന്നും വേണ്ട, ഒന്ന് തിളപ്പിച്ചാൽ മതി. പച്ച കൊടുക്കാൻ പാടില്ല, പച്ച കൊടുത്താൽ വയറിളകുള്ളൂ. തേങ്ങാ പിണ്ണാക്കും അങ്ങനെ തന്നെയാണ്, തവിടും അങ്ങനെ തന്നെയാണ്. പിന്നെ പച്ച കൊടുത്താലിത് വയറിളകും. ഞാനങ്ങനെ ഒന്ന് ആദ്യമൊക്കെ ചെയ്ത് നോക്കിയിരുന്നു. രാത്രി വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്നറിയാം. ചെറിയ പോത്തും കുട്ടികൾക്കൊക്കെ വയറിളകാൻ, ചെറുതിനും വലുതിനൊക്കെ ഉണ്ട്, വയറ് ലൂസായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളത് തിളപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതാ ഇവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിലൊന്ന് ഇട്ടിട്ടാണ് കൊടുക്കുക, ചൂടാക്കിയിട്ടാണ് കൊടുക്കുക. ചൂടാക്കിയല്ല, തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ് കൊടുക്കുക. ഒന്ന് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചെറിയ പോത്തുകുട്ടന്മാരൊക്കെ അവിടെ കിടക്കണു. എനിക്ക് സുഖമില്ലാതായിട്ട് ഇവർക്കൊക്കെ ലേശം ക്ഷീണമായിക്കണു. ഇവർക്ക് തീറ്റ ശരിക്കും കിട്ടായിട്ടേ വേറെ ആളായിരുന്നല്ലോ. അവർ ഒരു പ്രാവശ്യം വന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്ത് പോകും, പിന്നെ എല്ലാവർക്കും കിട്ടാത്തതുകൊണ്ട് പിന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് ചെറിയ ക്ഷീണമുണ്ട്, അതൊക്കെ ശരിയാക്കും, പെട്ടെന്ന് ഇപ്പോൾ ശരിയാക്കി എടുക്കും ഞാൻ. അപ്പോൾ അവർക്ക് ക്ഷീണമുണ്ട്, അതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് മാറിക്കോളും. ഞാൻ കാലുകൊണ്ട് സുഖമില്ലാതായിട്ട് വേറെ കുട്ടീനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അന്ന് നോക്കിയിട്ട് അങ്ങനെ അത്ര കൊണ്ട് ശരിയായിട്ടില്ല. കുഴപ്പമില്ല, പെട്ടെന്ന് ഞാൻ ശരിയാക്കി എടുക്കും. അത് ചെറിയൊരു ക്ഷീണം പറ്റിക്കണം. അപ്പോൾ അതിനി കോഴിത്തീറ്റയുടെ ലേശം കോഴിത്തീറ്റി തവിടും നല്ലോണം തിളപ്പിച്ചാണ് കൊടുത്താൽ, വെള്ളമാണ് കൊടുത്താൽ അവിടെ ക്ഷീണമൊക്കെ മാറിക്കോളും. അതിനിപ്പോൾ ഇത് ഇപ്പോൾ മൂരിക്കുട്ടൻ അവിടെ നിൽക്കണു. ഓരെപ്പോഴും എന്തേലും തിന്നുകൊണ്ടിരിക്കണത് ഇതിന് വലിയ ഇഷ്ടമാണ്. അവന് നല്ല കുട്ടനാണ്, നല്ല സ്നേഹമുള്ള മൂരിയാണ്. എവിടെ നമ്മളെ കണ്ടാലും നമുക്ക് അരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ചെറിയ മൂരിക്കുട്ടൻ്റെയും പോത്തുകുട്ടികളുടെയും വിശേഷം. ഇനിയിപ്പോൾ വലിയവരുണ്ട്, അവർക്ക് ഇങ്ങനെ തവിടും ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവർ. ക്ഷീണത്തിലാണ്. 4500 5000 മേടിച്ചതാണ്. പക്ഷെ എന്നാലും പിന്നെ ക്ഷീണമുണ്ട്. അപ്പോൾ ഞാനൊരു മാസം ഇങ്ങനെ ഇതുകൊണ്ടേ അവർക്ക് ക്ഷീണം പറ്റിക്കുന്നു. അത് പെട്ടെന്ന് ശരിയാവും. അതിന് ഇനിയിപ്പോൾ ഈ തവിടും നല്ലോണം തിളപ്പിച്ച് തവിടും കോഴിത്തീറ്റ സ്റ്റാർട്ടർ ഇട്ടിട്ട് നല്ലോണം വെള്ളമാണ് കൊടുത്താൽ അവരുടെ ക്ഷീണമൊക്കെ മാറിക്കോളും.